ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെയും ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ സമ്മേളനവും മൗനജാഥയും സംഘടിപ്പിച്ചു. ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ ക്ഷേത്രത്തിന് മുമ്പിൽ എഴുതി വെച്ചേക്കുന്ന തത്വമസി അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമായിരുന്നു. പക്ഷേ സവർണ മേധാവികൾ, ബ്രാഹ്മണ മേധാവിത്വം, സവർണ മേധാവികൾ തത്വമസിയെ വ്യാഖ്യാനിച്ച് എല്ലാം അവരാണ് ദൈവം, തത്വമസി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്, നീ തന്നെയാണ് എന്ന് വ്യാഖ്യാനിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ ചാതുർവർണ്ണ്യം നിലനിർത്തി. ശ്രീനാരായണ ഗുരു തത്വമസിയെ വ്യാഖ്യാനിച്ചത് എല്ലാവരും സമന്മാരാണെന്നുള്ളതാണ്. അത് നീ തന്നെയാണ്, സമത്വമാണ് അവിടെ പറയുന്നത്. അത് ബ്രാഹ്മണ മേധാവിത്വം പറഞ്ഞ സമത്വമല്ല. അപ്പോൾ ഒരേ പ്രയോഗത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. സനാതനം എന്ന് പറഞ്ഞാൽ ഉടനെ എന്തോ ബോംബ് പൊട്ടുക എന്നുള്ള മട്ടിൽ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേതോ ഒരു പാർട്ടിയുടെ വകയാണെന്നൊക്കെ പറയുകയാണ്. തെറ്റല്ലേ? സനാതനം എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത്, മാറ്റമില്ലാത്തത്, എന്നും ഉള്ളത്. സോഷ്യലിസത്തിലുമുണ്ട്, മുതലാളിത്തത്തിലുമുണ്ട്, കൊളോണിയലിസം എല്ലാം ഇന്നും അതുണ്ട്. ഇപ്പം സ്നേഹം, വെറുപ്പ്, പരോപകാരം, ഇതൊക്കെ സനാതന ധർമ്മങ്ങളാണ്. അതേത് കാലത്തും ഉണ്ടായിട്ടില്ലേ? ഇന്നുമില്ലേ? അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വകയാണ് എന്ന് അവർ വ്യാഖ്യാനിക്കുന്നതും തെറ്റ്. ആ തെറ്റായ വ്യാഖ്യാനം കേട്ടത് അവരുടെ വകയാണെന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്നതും തെറ്റ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശ്രീനാരായണ ധർമ്മങ്ങൾ പോലും ശരിയായ തരത്തിൽ വിശകലനം ചെയ്യാൻ അറിയാതെ കുഴങ്ങുന്ന. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ വിജയ് ഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ടി ലേജുമോൾ സ്വാഗതം പറഞ്ഞു. കളവങ്കോടം ക്ഷേത്രം പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ, ദിനാചരണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ ആർ രാജു കുത്യതോട്, പി ടി എ പ്രസിഡന്റ് എസ് ജി രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും വർണ്ണമൗന മഹാജാഥയും നടന്നു. ചേർത്തല നഗരത്തിൽ നടന്ന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. മീഡിയ ചേർത്തല.